ഇസ്ഫഹാൻ പ്രവിശ്യയുടെ തെക്കൻ മേഖലയിൽ സംഭവിച്ച ഒരു അതീവ ഗൗരവകരമായ സൈനിക സംഭവമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര ശ്രദ്ധ പിടിച്ചുപറ്റുന്നത്. അമേരിക്കയുടെ C-130 സപ്പോർട്ട് വിമാനം തകർന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെയാണ് ഈ സംഭവം ആഗോള രാഷ്ട്രീയ സൈനിക ചർച്ചകളുടെ കേന്ദ്രമായി മാറിയത്. സംഭവത്തിന് പിന്നാലെ ഇറാനിയൻ പോലീസ് പുറത്തുവിട്ട പുതിയ ദൃശ്യങ്ങൾ ഈ സംഭവത്തിന്റെ ഗൗരവവും അതിനുള്ള പ്രതികരണത്തിന്റെ ശക്തിയും ഒരേ സമയം വെളിപ്പെടുത്തുന്നതാണ്. ഈ സംഭവത്തെക്കുറിച്ച് ഇറാനിയൻ സുരക്ഷാ സംവിധാനങ്ങൾ നൽകിയ വിവരങ്ങൾ പ്രകാരം രാജ്യത്തിന്റെ വ്യോമപരിധി ലംഘിച്ച് പ്രവേശിച്ച ഒരു ശത്രു വിമാനത്തെ ലക്ഷ്യമിട്ട് പോലീസ് പ്രത്യേക സേന യൂണിറ്റുകൾ നടത്തിയ വെടിവെപ്പിലാണ് ഈ വിമാനം തകർന്നത്. ഫരാജ് എന്ന ഇറാനിയൻ പോലീസ് വിഭാഗം ഔദ്യോഗികമായി പറയുന്നതനുസരിച്ച് ഇതൊരു സാധാരണ ഇടപെടലല്ല, മറിച്ച് കൃത്യമായ സൈനിക പ്രതികരണമാണ്. രാജ്യത്തിന്റെ സുരക്ഷയെ വെല്ലുവിളിക്കുന്ന ഏത് ഭീഷണിയും ശക്തമായി നേരിടുമെന്ന് അവർ വീണ്ടും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്ഫഹാനിലെ തെക്കൻ പ്രദേശം സൈനികപരമായി ഏറെ പ്രാധാന്യമുള്ള മേഖലയായി കണക്കാക്കപ്പെടുന്നു. ഈ പ്രദേശത്ത് ഇത്തരം ഒരു സംഭവം നടക്കുന്നത് യാദൃശികമല്ലെന്നാണ് വിശകലനങ്ങൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു വരികയാണ്. ഈ പശ്ചാത്തലത്തിലാണ് C-130 പോലുള്ള സപ്പോർട്ട് വിമാനത്തിന്റെ സാന്നിധ്യം ഏറെ സംശയങ്ങൾക്ക് ഇടയാക്കുന്നത്. വിമാനം തകർന്നതിനെ തുടർന്ന് ലഭ്യമായ ദൃശ്യങ്ങളിൽ അപകട സ്ഥലത്ത് ചിതറിക്കിടക്കുന്ന ഉപകരണങ്ങളും രേഖകളും വ്യക്തമായി കാണാൻ കഴിയുന്നു. ഈ രേഖകളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ കൂടുതൽ അന്വേഷണങ്ങൾക്ക് വഴി തെളിയിക്കുന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. അതിലേറെയും ശ്രദ്ധ പിടിച്ചുപറ്റുന്നത് ഈ വിമാനത്തിന്റെ പൈലറ്റ് ഒരു സ്ത്രീയാണെന്ന വിവരമാണ്. ഇത് ശരിയാണെങ്കിൽ ഈ ദൗത്യത്തിന്റെ സ്വഭാവത്തെയും അതിന്റെ ലക്ഷ്യങ്ങളെയും കുറിച്ച് പുതിയ ചോദ്യങ്ങൾ ഉയരാൻ ഇടയാകും. ഇറാനിയൻ പോലീസ് പുറത്തുവിട്ട ദൃശ്യങ്ങൾ ഒരു പ്രചാരണ നീക്കം എന്നതിലും കൂടുതൽ കാര്യമായി സൂചിപ്പിക്കുന്നതായി തോന്നുന്നു. ഈ ദൃശ്യങ്ങൾ വഴി അവർ രാജ്യത്തിനുള്ളിലെ ജനങ്ങളോടും അന്താരാഷ്ട്ര സമൂഹത്തോടും ഒരേ സന്ദേശമാണ് നൽകുന്നത്. ഇറാൻ തന്റെ വ്യോമപരിധി സംരക്ഷിക്കാൻ പൂർണ്ണമായും സജ്ജമാണ്. ഒരു നിമിഷം പോലും വൈകാതെ പ്രതികരിക്കാൻ കഴിയുന്ന സാങ്കേതിക ശേഷിയും മനുഷ്യവിഭവവും അവർക്കുണ്ടെന്നാണ് ഈ ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത്. അതേസമയം അമേരിക്കൻ ഭാഗത്തു നിന്നും ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചില്ല. C-130 പോലുള്ള ഒരു സപ്പോർട്ട് വിമാനം നഷ്ടപ്പെടുന്നത് വലിയ സൈനിക നഷ്ടമായി കണക്കാക്കപ്പെടുന്നു. ഇത് യാഥാർത്ഥ്യമാണെങ്കിൽ അതിന്റെ രാഷ്ട്രീയ പ്രതിഫലനങ്ങൾ വലുതായിരിക്കും. അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റ് സൈനിക തന്ത്രങ്ങളിൽ ഇതിന് വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുണ്ട്. ഇതിനിടയിൽ ഈ സംഭവത്തിന്റെ യഥാർത്ഥ പശ്ചാത്തലം എന്താണെന്ന് കണ്ടെത്താൻ അന്താരാഷ്ട്ര മാധ്യമങ്ങളും സുരക്ഷാ വിദഗ്ധരും ശ്രമം തുടരുകയാണ്. വിമാനം എന്തിനാണ് ആ പ്രദേശത്ത് എത്തിയതെന്ന്, അതിന്റെ ദൗത്യം എന്തായിരുന്നു എന്നതും ഇപ്പോഴും വ്യക്തമല്ല. ചില റിപ്പോർട്ടുകൾ പ്രകാരം ഇതൊരു രഹസ്യ റിക്കോണസൻസ് ദൗത്യമായിരിക്കാം എന്നാണ് സംശയം. ഇറാന്റെ പ്രതികരണം അതീവ ശക്തമായതും കൃത്യമായതുമാണെന്ന് വിശകലനങ്ങൾ പറയുന്നു. വ്യോമരക്ഷാ സംവിധാനങ്ങൾക്കും പോലീസ് പ്രത്യേക സേനയ്ക്കുമിടയിൽ നല്ല ഏകോപനമുണ്ടെന്ന് ഈ സംഭവം തെളിയിക്കുന്നു. രാജ്യത്തിന്റെ അതിർത്തികൾക്കപ്പുറം നിന്നുള്ള ഏത് ഭീഷണിയും ചെറുക്കാൻ ഇറാൻ തയ്യാറാണെന്ന് ഇത് വീണ്ടും വ്യക്തമാക്കുന്നു. ഈ സംഭവത്തെ തുടർന്ന് പ്രദേശത്ത് സുരക്ഷ ശക്തമാക്കിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കൂടുതൽ സൈനിക വിന്യാസങ്ങളും നിരീക്ഷണ സംവിധാനങ്ങളും പ്രവർത്തനക്ഷമമാക്കിയിട്ടുണ്ട്. ഇസ്ഫഹാനിലെ ജനങ്ങൾക്കിടയിൽ ഒരാശങ്കയും ഒരേ സമയം ദേശീയ അഭിമാനം ഉണ്ടാകുന്നുവെന്ന് പ്രാദേശിക റിപ്പോർട്ടുകൾ പറയുന്നു. ഇതിനൊപ്പം ഈ സംഭവം മിഡിൽ ഈസ്റ്റിലെ നിലവിലെ ശക്തി സമവാക്യങ്ങളിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമോ എന്ന ചോദ്യവും ഉയരുന്നു. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ഇതിനകം തന്നെ അതീവ സംഘർഷാവസ്ഥയിലാണ്. ഈ സംഭവം അതിനെ കൂടുതൽ വഷളാക്കാനുള്ള സാധ്യതയുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ചില രാജ്യങ്ങൾ സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റു ചിലർ പ്രദേശത്ത് സമാധാനം നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. ഇറാന്റെ ഭാഗത്തു നിന്ന് വരുന്ന ശക്തമായ സന്ദേശം വ്യക്തമാണ്. രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാൻ അവർ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. അതേസമയം അമേരിക്കയുടെ പ്രതികരണം എന്തായിരിക്കുമെന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. ഈ സംഭവത്തിന്റെ സത്യാവസ്ഥയും അതിന്റെ പൂർണ്ണമായ പശ്ചാത്തലവും പുറത്തുവരുന്നതുവരെ നിരവധി അനുമാനങ്ങളും ചർച്ചകളും തുടരാനാണ് സാധ്യത. എന്നാൽ ഒരു കാര്യത്തിൽ സംശയമില്ല, ഇസ്ഫഹാനിലെ ഈ സംഭവം മിഡിൽ ഈസ്റ്റ് മേഖലയിലെ നിലവിലെ രാഷ്ട്രീയ സൈനിക അവസ്ഥയെ കൂടുതൽ സങ്കീർണമാക്കുകയാണ്. ഈ സംഭവ വികാസങ്ങൾ അടുത്ത ദിവസങ്ങളിൽ എങ്ങോട്ട് തിരിയുമെന്ന് പ്രവചിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും ഇത് ലോക രാഷ്ട്രീയത്തിന്റെ ദിശയെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒരു നിർണായക സംഭവമായി തന്നെ ചരിത്രത്തിൽ രേഖപ്പെടാൻ സാധ്യതയുണ്ട്.